അല്ലാതെ ഒരാൾ തെറ്റ് പഠിപ്പിക്കുമ്പോൾ അതിനെ തലകുലുക്കി സ്വീകരിക്കുക എന്നത് ശരിയല്ല. അത് അധാർമികമാണ്. ധാർമ്മികത പഠിപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ആൾ, വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്ന ആൾ വിശ്വാസ വിരുദ്ധതയ്ക്ക് ചൂട്ടുപിടിച്ചാൽ അത് തെറ്റായ സന്ദേശമാണ് ഒരു സമൂഹത്തിൽ കൊടുക്കുക. സഭയുടെ സ്നേഹത്തിലും കൂട്ടായ്മയിലും നിലനിൽക്കുക എന്നാൽ ഈ സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുക എന്നാണ്. സഭയിൽ ഒത്തിരി രക്തസാക്ഷികളുണ്ട്, വിശുദ്ധരുണ്ട്. അവര് വിശ്വാസം വേണ്ട എന്ന് വെച്ചവരല്ല. പൗരോഹിത്യ പട്ടത്തിന്റെ സമയത്ത് സ്മോനിയെയും 7 മക്കളെയും അനുസ്മരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവസാനം സഹകാർമ്മികൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. വിശുദ്ധ സ്മോനി അവരുടെ എന്തുകൊണ്ടാണ്? അവര് രക്തസാക്ഷികളായവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സഭയുടെ വിശ്വാസം, സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന്, അത് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി രക്തസാക്ഷികളായവരാണ്. അപ്പോ ആ രക്തസാക്ഷിത്വത്തിനാണ് വില. നമ്മുടെ ഈ ലോകത്ത് 100 വയസ്സ് വരെ ജീവിക്കുന്നതിനെ കുറിച്ചല്ല വ്യാകുലപ്പെടേണ്ടത്. ഈ ജീവിതത്തിന്റെ അവസാനം നിത്യജീവൻ കിട്ടുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസത്തിന്, ആ വിശ്വാസത്തിന്റെ പ്രഘോഷണവും പ്രകടനവുമാണ് ആരാധന. ഒരാള് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് ദൈവവിശ്വാസത്തെ പ്രകടിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നതാണ് കൂദാശകളിലൂടെയും ആരാധനയിലൂടെയും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാധനക്രമം പ്രധാനപ്പെട്ടതാണ്. അതല്ലാതെ ആരാധനക്രമം പ്രധാനപ്പെട്ടതല്ല എന്ന് ആര് പറഞ്ഞാലും, അപ്പോസ്തലൻ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ, അത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായ ഒരു സുവിശേഷം, സ്വർഗത്തിൽ നിന്നൊരു മാലാഖമെന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്നാണ് വചനം. അപ്പൊ അതുകൊണ്ട് ഈ വിശ്വാസ പ്രഖ്യാപനത്തിനും വിശ്വാസത്തിനും ആരാധനയ്ക്കും വിരുദ്ധമായ ഏതെങ്കിലും തരത്തിലുള്ള പഠനം, അത് കള്ളപ്രബോധകരും വ്യാജ പ്രവാചകന്മാരുമാണ്. അതിന് ചെവി കൊടുക്കാൻ നമുക്ക് പറ്റുകയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരിഷ്മ എന്നാണ്, അങ്ങനെയുള്ളൊരു വാക്കാണ് ഈ അടുത്ത കാലത്ത് വന്നത്. ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ അവർ പറഞ്ഞ് കരിയിൽ ശീഷ്മ എന്നാണ് ഉദ്ദേശിച്ചത് കൊടുത്തത് എന്ന് ഓർക്കണം. ഈ സഭയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു പുരോഹിതന്റെ, ഒരു മെത്രാന്റെ ഉത്തരവാദിത്വമാണ് ഈ സഭയുടെ അഭിമാനം സംരക്ഷിക്കണം. വിശ്വാസത്തിന്റെ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച നടത്തുന്ന ഇടങ്ങളിലെല്ലാം സഭ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഏസാവിന് പറ്റിയത് എന്താണ്? ഏസാവ് ഒരു പാത്രം പായസത്തിന് വേണ്ടി കടിഞ്ഞൂൽ അവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ്. അപ്പൊ തൽക്കാലത്ത് ലാഭത്തിന് വേണ്ടി സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെയും കൂദാശകളെയും അവമതിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഏസാവ് ചെയ്തതുപോലെയുള്ള ഭോഷത്വമാണ് എന്ന് തലമുറകൾ നമ്മളെ വിലയിരുത്തും. പല രീതിയിൽ അടുത്ത തലമുറ നമ്മളെ കാണും. ഏതൊക്കെ രീതിയിൽ കാണും? നമ്മൾ ഈ സഭയോട് ചേർന്ന് ജീവിക്കുന്നവരായി, അനുസരണത്തോടുകൂടി, വിധേയത്വത്തോടുകൂടി കർത്താവിന്റെ സഭയോട് കൂട്ടായ്മയിലായിരിക്കുന്നവരാകണം. അതുകൊണ്ട് നേബ്സറായി ഇടവകയിൽ നിന്ന് ഞാൻ സ്ഥലം മാറി പോകുന്നു എന്നതിന്റെ അർത്ഥം നേബ്സറായിക്കാര് കർത്താവിന്റെ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകുന്നു എന്നല്ല. അങ്ങനെ ആകരുത്. സിറമലബാർ സഭയുടെ സിനഡിന്റെ തീരുമാനങ്ങളോട്, സഭാപിതാക്കന്മാരോട് അവസാന ശ്വാസം വരെ ചേർന്നിരിക്കുന്ന ശക്തമായ ഇടവകയായി ഇത് നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ സഭയുടെ ഈ ചൈതന്യം അത് മറ്റുള്ള മക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനാവുകയുള്ളൂ. ഞാന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജൂലൈ 3-ാം തീയതി ദുഃഖാന തിരുനാളിൽ നമ്മുടെ വേദപാഠ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന പതിവുണ്ട് ആ പള്ളികളിലൊക്കെ. അപ്പൊ ഞങ്ങൾ 5ൽ പഠിക്കുന്ന സമയത്ത് നാടകത്തില് ഞാൻ വലിയ അഭിനയക്കാരനൊന്നുമല്ല. എന്നെ കൊണ്ട് അങ്ങനെ മുഖത്ത് അങ്ങനെ വലിയ ഭാവ വ്യത്യാസം, ആകെ വരുന്ന ഭാവം നിങ്ങൾക്കറിയാവുന്ന ഭാവമാണ്, അഹംഭാവം എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അപ്പോ അതൊരു മോശപ്പെട്ട കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അന്ന് ആ നാടകത്തിന്റെ പാട്ട്, തോമാശ്ലീഹ കൊളുത്തിവെച്ച ദീപശിഖ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്നാണ്. അപ്പൊ മാർത്തോമാശ്ലീഹായുടെ ആ പൈതൃകം ഈ സഭയോട് ചേർന്ന് നിലനിർത്തണം. അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ
ഈ ഡൽഹിയിൽ മലയാളത്തിലുള്ള കുർബാനയും സീറോ മലബാർ സഭയുടെ രൂപതയിൽ തുടങ്ങിയത്. അതല്ലാതെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ പരികർമ്മം ചെയ്യാനൊന്നുമല്ല. അപ്പൊ എന്നോട് ഒരു സാറ് പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. ഈ കുർബാന പുസ്തകം ഉപയോഗിക്കാൻ ഞങ്ങൾ പഠിച്ചു എന്ന്. ഈ കുർബാന പുസ്തകം ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണത്? ആരാധനയിൽ സജീവമായി പങ്കെടുക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങൾ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് മാറും എന്ന് ആരും പാഴായി വിചാരിക്കാൻ ഇടവരരുത്. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രശ്ന സാഹചര്യം വന്നാലും, ഏത് തരത്തിലുള്ള കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, ജീവൻ പോലും ത്യജിക്കേണ്ടി വന്നാലും, ഈ വിശ്വാസത്തിൽ നിന്ന്, ഈ വിശുദ്ധ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോവില്ല എന്ന് തന്റെ ഇടത്തോടും നിശ്ചയദാർഢ്യത്തോടും നിലപാടെടുക്കുന്നവരുടെ വലിയ സമൂഹമാണ് ഈ പുഷ്പവിഹാർ ഇടവക എന്ന് എല്ലാവരും അറിയണം.